ആകാശവാണി. നമസ്കാരം. ദേശീയ ഡെങ്കി ദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ ഡെങ്കി ദിനം. എല്ലാ വർഷവും മെയ് 16 ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത്. മൺസൂൺ കാലത്തിന് തൊട്ടു മുൻപായി ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനും രോഗവ്യാപനം തടയാനുമാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധികളിലൊന്നാണ് ഡെങ്കിപ്പനി. വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുക് ധാരാളം വളരുന്നതുമായ പ്രദേശങ്ങളെല്ലാം ഡെങ്കിപ്പനിയുടെ ഹോട്ട്സ്പോട്ടുകളാണ്. ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ എക്കാലവും സുലഭമാണ്. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസുകൾ പരത്തുന്ന കൊതുകുകളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. കറുത്തതും വെളുത്തതുമായ അടയാളങ്ങളുള്ള ഈ കൊതുകുകളെ കടുവ കൊതുകുകൾ എന്നും അറിയപ്പെടാറുണ്ട്. കാലുകളിലും ശരീരത്തിലുമുള്ള വെളുത്ത വരകളാണ് ഇതിന്റെ സവിശേഷത. പകൽ സമയത്താണ് ഇവ മനുഷ്യരെ കടിക്കുന്നത് എന്നത് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഡെങ്കി വൈറസാണ് ഡെങ്കിപ്പനിക്ക് ഇടയാക്കുന്ന രോഗകാരി. ഡെങ്കി ബാധിച്ച ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനും രോഗം ബാധിക്കാം. 5 തരത്തിലുള്ള ഡെങ്കി വൈറസുകളാണുള്ളത്. 5ാമത്തെ വൈറസിനെ 2013 വേർതിരിച്ചെടുത്തത്. ഇത് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തിവരുന്നു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈ ഡേ ആചരണവും നടത്തിവരുന്നു. ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനാണ് ഡ്രൈ ഡേ ആചരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ പ്രത്യേക ക്യാമ്പയിനുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഊർജിത ഉറവിട നശീകരണവും ബോധവൽക്കരണവുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ക്യാമ്പയിനെ കുറിച്ച് കോഴിക്കോട് ജില്ലാ വെക്ടർബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ് ആകാശവാണിയോട്. വേനൽമഴയുടെ വരവോടെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഡെങ്കിപ്പനിക്കെതിരെ കോഴിക്കോട് ജില്ലാ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച സവിശേഷമായ പദ്ധതിയാണ് ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു എന്ന ക്യാമ്പയിൻ. ഏപ്രിൽ 22 മുതൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നടന്നുവരുന്നത്. കൊതുകുകൾ മുട്ടയിട്ട് വളരുവാൻ സാധ്യതയുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന ഏറ്റവും ചെറിയിടങ്ങൾ പോലും കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി വാർഡ് തലത്തിൽ ലഭ്യമായ എല്ലാ കൂട്ടായ്മയുടെയും സഹകരണത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പരിപൂർണ പിന്തുണയോടുകൂടിയിട്ടാണ് പരിപൂർണമായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി ഈ ഒരു യജ്ഞം മുന്നോട്ട് പോകുന്നത്. സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖല, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പരിധിയിലുള്ള അകത്തും പുറത്തുമുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന പ്രജനന കേന്ദ്രങ്ങൾ പരിശോധിച്ച് ആയത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. അതുപോലെ മുൻവർഷങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ട്സ്പോട്ട്, ഹൈറിസ്ക് പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനിയില്ല പ്രദേശം എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും കൃത്യമായി ഡ്രൈ ഡേ ആചരിച്ച് പ്രത്യേകിച്ചും ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാനാകൂ. ആരോഗ്യ സുരക്ഷ നമ്മുടെ തന്നെ കൈകളിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡെങ്കിപ്പനിക്കെതിരായുള്ള ഈ തീവ്രയജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാം. വീടുകളിലും പരിസരങ്ങളിലും പ്ലാന്റേഷനുകളിലും കൃഷിയിടങ്ങളിലും എവിടെ വേണമെങ്കിലും പ്രത്യേകിച്ച് മഴവെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൊതുകുകൾക്ക് മുട്ടയിടാനും വളരുവാനും സാധിക്കും. വീടുകളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ ശരിയായി അടച്ചുവെക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലും ചെടിച്ചട്ടി, ഫ്രിഡ്ജിന്റെ ട്രേ എന്നിവിടങ്ങളിലും വീടുകൾക്കുള്ളിൽ തന്നെ കൊതുകുകൾ വളരുന്നതായി കാണുന്നുണ്ട്. വീടിനുള്ളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടങ്ങളിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കുപ്പികൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക. റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കൗങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പുത്തുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകൾക്കകത്ത് കൂട്ടിയിടാതിരിക്കുക. വിയർപ്പിന്റെ ഗന്ധമുള്ള വസ്ത്രങ്ങളിൽ കൊതുകുകൾ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഇടങ്ങളിലാണ് കൊതുകുകൾ സാധാരണ ഒളിച്ചിരിക്കുക. അതിനാൽ മുറികളിൽ വേണ്ടത്ര വായുസഞ്ചാരവും സൂര്യപ്രകാശവും ഉറപ്പാക്കുക. പകൽ സമയത്താണ് ഈ കൊതുകുകൾ ആക്രമിക്കുക. അതിനാൽ പകൽ സമയങ്ങളിൽ ജനലുകളും വാതിലുകളും തുറന്നിടാതിരിക്കുക. കൊതുകുകൾ വീടിനകത്ത് കയറാതിരിക്കാൻ ജനലുകളിലും വാതിലുകളിലും മോസ്കിറ്റോ നെറ്റുകൾ ഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ. വെള്ളത്തിൽ വളരുന്ന കൂത്താടികളെ നശിപ്പിക്കണം. ഇതിനായി മണ്ണെണ്ണയോ ജൈവ കീടനാശിനികളോ ഒഴിക്കാം. ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നതും നല്ലതാണ്. ഇവ കൊതുകിനെ ആഹാരമാക്കും. കൊതുക് വലയും കൊതുക് തിരിയും ഉപയോഗിക്കൽ, കൊതുകിനെ അകറ്റാൻ സ്പ്രേ, ക്രീം എന്നിവയുടെ ഉപയോഗം വഴി വീടിനകത്ത് കൊതുകിനെ അകറ്റാം. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊതുക് കടി ഏൽക്കാതിരിക്കാൻ സഹായിക്കും. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിശക്തമായ നടുവേദന, കണ്ണിന് പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്തങ്ങിങ്ങായി ചുവന്നു തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുമെന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. ഡെങ്കിപ്പനി രോഗചികിത്സയെക്കുറിച്ച് കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജഷി RS. ഡെങ്കിപ്പനി എന്നത് കൊതുകുകളുടെ കടിയേറ്റ് പകരുന്ന ഗുരുതരമായ ഒരു വൈറൽ അസുഖമാണ്. ഈ കൊതുകുകൾ സാധാരണയായി പകൽ സമയത്താണ് കടിക്കുന്നത്, പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരവും. കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് സാധാരണയായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇത് നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. അതിനാൽ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അഥവാ വാർണിംഗ് സൈൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം, ORS, കരിക്കിൻ വെള്ളം, സൂപ്പ് തുടങ്ങിയ ദ്രാവകങ്ങൾ ധാരാളമായി കുടിക്കുക. ആവശ്യത്തിന് വിശ്രമം എടുക്കുക. പനിക്കും വേദനയ്ക്കും പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മറ്റു മരുന്നുകൾ, പ്രത്യേകിച്ച് ആസ്പിരിൻ, ഐബുപ്രോഫൻ എന്നിവ ഒഴിവാക്കുക. കാരണം ഇവ രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഡെങ്കിപ്പനിയുടെ ചികിത്സ പ്രധാനമായും രോഗലക്ഷണങ്ങളെ ആശ്രയിച്ചുള്ള പരിചരണത്തിലാണ്. ഇതിന് പ്രത്യേകിച്ച് ആന്റിവൈറൽ മരുന്നുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച സംരക്ഷണം പ്രതിരോധമാണ് അഥവാ പ്രിവെൻഷൻ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അതിനാൽ നമ്മുടെ വീടുകളുടെയും പരിസരങ്ങളുടെയും ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയണം. കൊതുകുകടി തടയുന്നതിനായി വ്യക്തിഗത സംരക്ഷണങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പൂർണ്ണമായി കൈയും കാലും മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുക് നിവാരണികൾ അഥവാ റെപ്പല്ലൻസ് ഉപയോഗിക്കുക. കൊതുക് വലകളും ജനൽ സ്ക്രീനുകളും ഉപയോഗിക്കുക. കുട്ടികളെയും പ്രായമായവരെയും കൊതുക് കടിയിൽ നിന്നും സംരക്ഷിക്കുക. ഓർക്കുക, ഡെങ്കിപ്പനി തടയാവുന്നതാണ്. ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക, ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നിവ മൂലം നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും. ഡെങ്കിപ്പനി തടയൽ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായും കൊതുക് മുക്തമായും സൂക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. പ്രതിരോധം നമ്മളിൽ നിന്ന് തുടങ്ങാം. വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ രക്തപരിശോധനയാണ് നടത്തേണ്ടത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ RT-PCR, ELISA എന്നീ പരിശോധനകൾ വഴി രോഗം നിർണ്ണയിക്കാം. ആരംഭത്തിൽ തന്നെ ഡെങ്കി അണുബാധ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ തേടുകയും വേണം. ഡെങ്കിപ്പനിക്ക് ഒറ്റ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയല്ല നൽകുന്നത്. രോഗലക്ഷണങ്ങൾ കണ്ടെത്തി അവ കുറയ്ക്കാനുള്ള ചികിത്സയാണ് നൽകുന്നത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. മതിയായ വിശ്രമവും അനിവാര്യമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനും ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ആയുർവേദത്തിൽ ഫലപ്രദമായ മാർഗങ്ങളുണ്ട്.
രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിനും വീട്ടിൽ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് CGHS തിരുവനന്തപുരം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ M. സുന്ദരം. കൊതുകുകളെ ഉന്മൂലനം ചെയ്യുന്നതുവഴി ഡെങ്കിപ്പനിയെ നമുക്ക് തടയാൻ സാധിക്കും. ഏതൊരു രോഗവും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ തടയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുൻപ് നമുക്ക് ഡെങ്കിപ്പനിയെ തടയാനുള്ള ശ്രമം തുടങ്ങാം. സ്വന്തം ശരീരം പോലെ വീടും പരിസരവും വൃത്തിയായും വെടിപ്പായും സംരക്ഷിക്കണം. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ല. ഇതിലും ശുചിത്വം തന്നെയാണ് പ്രധാനം. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, കൊതുക് മുതലായ ക്ഷുദ്രജീവികളുടെ കടിയേൽക്കാതെ സൂക്ഷിക്കുക, ഇതെല്ലാം തന്നെ പരമപ്രധാനം. ധാരാളം വെള്ളം കുടിക്കണം. അതും തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കണം. അതിനായിട്ട് ഷഡംഗ പാനീയം വളരെ പ്രസിദ്ധമാണ്. മുത്തങ്ങ, ചന്ദനം, രാമച്ചം, പർപ്പടകം തുടങ്ങിയ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് വളരെ ഹിതകരമായിരിക്കും. അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കാനായിട്ട് ധൂപനമുണ്ട്. അപരാജിത ചൂർണം കനലുണ്ടാക്കി അതിലിട്ട് ആ പുക ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊതുകുകളെ നമുക്ക് ഒരു പരിധിവരെ നശിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചിട്ടയായ ജീവിതശൈലിയും വ്യായാമമുറ എല്ലാം നമ്മൾ സ്വാംശീകരിച്ചാൽ തീർച്ചയായിട്ടും ഡെങ്കി പോലുള്ള രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ഡെങ്കിപ്പനി ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പൂരക ചികിത്സാ രീതിയായി ഹോമിയോപ്പതി കണക്കാക്കപ്പെടുന്നു. രോഗി രോഗത്തോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും വൈറസ് ബാധയുടെ ശക്തിക്കും അനുസരിച്ചാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നത്. 25-ലധികം മരുന്നുകൾ ഡെങ്കിപ്പനിക്കായി ഹോമിയോ വൈദ്യശാസ്ത്രത്തിൽ ഉള്ളതായി ഹോമിയോപ്പതി വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട്. ഡെങ്കിപ്പനിക്കെതിരായ ഹോമിയോപ്പതി ചികിത്സാ രീതികളെക്കുറിച്ച് ഹോമിയോപ്പതി വകുപ്പിലെ രോഗപ്രതിരോധ പകർച്ചവ്യാധി നിയന്ത്രണ സെൽ സംസ്ഥാനതല അംഗവും തിരുവനന്തപുരം പനവൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ മനു വർഗീസ്. കേരളത്തിൽ മഴക്കാലം തുടങ്ങുന്നതോടെ ഡെങ്കിപ്പനി പടരാനുള്ള സാധ്യത കൂടുതലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് വളരുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനിയുടെ വിവിധ ഘട്ടങ്ങൾ. ആദ്യഘട്ടം ഫെബ്രൈൽ ഫേസ്. അതിശക്തമായ പനി, പേശിവേദന, തലവേദന, കണ്ണിന് പിന്നിലെ വേദന, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത് 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. നിർണായക ഘട്ടം ക്രിട്ടിക്കൽ ഫേസ്. ഏതാണ്ട് 48 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പനി കുറയും. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ സമയത്താണ്. പനി കുറയുമ്പോൾ രോഗം മാറിയെന്ന് കരുതി ശരിയായ വിശ്രമം ലഭിക്കാതിരുന്നാൽ രക്തക്കൊഴലുകളിൽ നിന്ന് പ്ലാസ്മ ചോർച്ച ഉണ്ടാവുകയും രക്തത്തിന്റെ സാന്ദ്രത കൂടുകയും രക്തസമ്മർദ്ദം അപകടകരമായി കുറയുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കാം. കൂടാതെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രക്തസ്രാവത്തിന് സാധ്യതയുള്ള ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന ഗുരുതരാവസ്ഥയ്ക്കും കാരണമാകാം. രോഗമുക്തി ഘട്ടം റിക്കവറി ഫേസ്. 1 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വിശപ്പ് അനുഭവപ്പെടുകയും ഉന്മേഷം തിരികെ വരികയും ചെയ്യും. ചിലരിൽ ശരീരത്തിൽ ചെറിയ ചൊറിച്ചിലോ ചുവന്ന പാടുകളോ കണ്ടേക്കാം. ഓരോ പകർച്ചവ്യാധി പടരുമ്പോഴും ആ രോഗത്തിന്റെ പൊതുലക്ഷണങ്ങളെ അപഗ്രഥിച്ച് അതിന് സമാനമായ ഹോമിയോപ്പതി മരുന്നുകൾ പ്രതിരോധത്തിനായി തിരഞ്ഞെടുക്കുന്നു. ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തിനായി സാധാരണയായി യൂപെറ്റോറിയം പെർഫോളിയേറ്റം, ആഴ്സനിക് ആൽബ്, നാക്സോമിക്ക പോലുള്ള മരുന്നുകളാണ് നൽകാറുള്ളത്. ജില്ലാ സംസ്ഥാന തലത്തിലുള്ള റീച്ച് സെല്ലുകളുടെ തീരുമാനപ്രകാരം എല്ലാ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങൾ വഴി ഇത്തരം പ്രതിരോധ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാണ്. കൊതുകടിയെ ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പനി മാറിയാലും ശരിയായ വിശ്രമം തുടരുക. ധാരാളം വെള്ളം കുടിക്കുകയും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും വേണം. തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി ചികിത്സ തേടുക. ഭീതിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കൃത്യമായ പ്രതിരോധത്തിലൂടെയും ചികിത്സയിലൂടെയും ഈ പനിക്കാലത്തെ കരുതലോടെ നേരിടാം. ഡെങ്കിപ്പനി ഒരു പ്രതിരോധിക്കാവുന്ന രോഗമാണ്. ശരിയായ ബോധവൽക്കരണവും വ്യക്തിപരവും സാമൂഹികവുമായ ശുചിത്വവും പാലിച്ചാൽ നമുക്കിതിനെ ഫലപ്രദമായി നേരിടാം. കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനായി ഓരോരുത്തരും തങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വ്യക്തിപരമായ ജാഗ്രതയും സാമൂഹികമായ ഇടപെടലും വഴി നമുക്ക് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക. പൊതുജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. ദേശീയ ഡെങ്കി ദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം അമൃത വൈശാഖ്.